ഷെഫ് കോഴിയെടുത്ത് അതിശയകരമായ നൈപുണ്യത്തോടെ ഒരിക്കൽ മുറുക്കി തിരിച്ചു. ആ ഒറ്റ നിമിഷത്തിൽ തന്നെ മുഴുവൻ ഇറച്ചിയും എല്ലുകളിൽ നിന്ന് വേർപെട്ടു. അത് കണ്ട പ്രേക്ഷകർ അതിശയത്തോടെ നിന്നുപോയി. എന്നാൽ ഷെഫ്സിന് മറ്റൊരു പദ്ധതിയുണ്ടായിരുന്നു. അവനാ ഇറച്ചി ഉപയോഗിച്ചില്ല. പകരം ശൂന്യമായ കോഴിത്തോലെടുത്ത് അതിൽ മക്കയും സുഗന്ധമുള്ള എണ്ണയും ചേർന്ന മിശ്രിതം നിറച്ചു. അതിനുശേഷം അതിനെ വളരെ ശ്രദ്ധാപൂർവം താമരയിലകളിൽ പൊതിഞ്ഞു. പുറത്തായി കട്ടിയുള്ള കടുപ്പമുള്ള മാവിന്റെ ഒരു പാഴി പൂശി. വലിയൊരു പാത്രത്തിൽ അവൻ മുഴുവൻ ഒരു ചാക്ക് ഉപ്പൊഴിച്ചു. ഉപ്പ് അത്യന്തം ചൂടായി ചുവന്നപ്പോൾ മാവിൽ പൊതിഞ്ഞ കോഴിഗോളത്തെ അവൻ ചൂടായ ഉപ്പിനുള്ളിൽ അടക്കം ചെയ്തതുപോലെ അടക്കി. പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചകൾ ഉയർന്നു. ഇത്രയും ഉപ്പുണ്ടെങ്കിൽ ഇതിന് രുചിയുണ്ടാകില്ലെന്ന് പലരും കരുതി. പലർക്കും ഉറപ്പായിരുന്നു ഈ ഷെഫ് മത്സരം തോറ്റുപോകുമെന്ന്. അതേസമയം അവന്റെ എതിരാളി ആധുനിക പാചകകലയുടെ പ്രകടനം നടത്തി. അവൻ ഫോയി ഗ്രാസ് ചൂടാക്കി വെണ്ണ പോലെ സുതാര്യമായി മുറിക്കാവുന്ന വിധം ഒരുക്കി. ഒരു പിടി പഞ്ചസാര പാത്രത്തിൽ ചേർത്ത് അത് ഗാഢമായ സ്വർണ്ണനിറമുള്ള കാരമലായി മാറും വരെ പാകം ചെയ്തു. സ്പൂണിന്റെ അറ്റം ഉപയോഗിച്ച് പ്ലേറ്റിൽ കലാത്മകമായ വരകൾ വരച്ചു. താഴത്തെ പാളിയിൽ രസമുള്ള മധുരമുള്ള അനാനാസ്, അതിനു മുകളിൽ ഫോയി ഗ്രാസ്, പിന്നെ ഉരുകിയ കാരമൽ ഒഴിച്ചു. ബ്ലോടോർച്ചിൽ നിന്നുള്ള നീലത്തീ പഞ്ചസാരയെ ഗ്ലാസ് പോലെയുള്ള തെളിഞ്ഞ ഒരു പാളിയായി മാറ്റി. മുകളിൽ ഒരു സ്കൂപ്പ് സ്ട്രോബെറി ഐസ്ക്രീം വെച്ചു. അവസാനമായി ഡ്രൈ ഐസിന്റെ പുകയാൽ അലങ്കരിച്ചു. അത് കണ്ടതുമാത്രം ജഡ്ജിമാർക്ക് വായിൽ വെള്ളം വന്നു. അപ്രതീക്ഷിതമായി വലിയൊരു പൊട്ടുന്ന ശബ്ദം മുഴങ്ങി. ഷെഫ് നീളമുള്ള ലോഹദണ്ടുകൊണ്ട് കട്ടിയുള്ള മാവിന്റെ പുറംപാളി തുളച്ചു. പ്രേക്ഷകർ ഇപ്പോഴും സംശയത്തോടെ നോക്കി. കാരണം അത് ഭക്ഷണത്തേക്കാൾ ഒരു കല്ലുപോലെ തോന്നി. തുടർന്ന് ഷെഫ് കൊടാലി പോലുള്ള ഭാരമുള്ള കത്തിയെടുത്ത് ഒരൊറ്റയടിയിൽ അത് പൊട്ടിച്ചു. മാവിന്റെ പാളി തകർന്നു ചിതറിപ്പോയി. താമരയിലകൾ തുറന്നതുമാത്രം അതിശയകരമായ സുഗന്ധം വായുവിൽ പടർന്നു. ആ നിമിഷം മുഴുവൻ അന്തരീക്ഷം തന്നെ മാറിയതുപോലെ തോന്നി. ഇത് സാധാരണ കോഴിയല്ല, താമരയിലയിൽ പൊതിഞ്ഞ് തയ്യാറാക്കിയ വറുത്ത താറാവിന്റെ ശൈലിയിലുള്ള അത്ഭുത വിഭവമായിരുന്നു. ജഡ്ജി സ്വർണ്ണനിറമുള്ള കുരുങ്ങിയ തോൽ മുറിച്ചപ്പോൾ മക്കയും എണ്ണയും ചേർന്ന കട്ടിയുള്ള മിശ്രിതം ഉരുകിയ സ്വർണം പോലെ പുറത്തേക്കൊഴുകി. അതിന്റെ ആഴമുള്ള സുഗന്ധം മുഴുവൻ മുറിയിലും നിറഞ്ഞു. ഫോയി ഗ്രാസിന്റെ ആഡംബരമൊക്കെ മറഞ്ഞുപോയി. ജഡ്ജി പതുക്കെ കണ്ണുകളടച്ചു. രുചിയുടെ മായാജാലം ഇതിനകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഉടൻ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.